ഒന്ന് അരീക്കോട് പോയി നല്ലൊരു മന്തി കഴിക്കാനുള്ള പ്ലാൻ. പോകുന്ന വഴിക്ക് നെല്ലിക്കാപ്പറമ്പിലെ മിന്റി കയറി ഒരു സൂപ്പൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ. ഇവിടുത്തെ സൂപ്പ് കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ. നേരെ വണ്ടി എടുത്ത് വിട്ട് അരീക്കോട്ടേക്ക്. അരീക്കോട്ടെ സുൽത്താൻ മജ്ലിസിലാണ് നമ്മൾ കയറിയത്. നല്ല ചൂടക്കായനോട് AC തന്നെ കുത്തിരുന്ന് അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടോ. റെഡ് ചട്നി ഉണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയ സാലഡ് ഉണ്ട്. പിന്നെ നമ്മൾ അൽഫാമിലേക്ക് കുറച്ച് റൈസ് ഒക്കെ എടുത്ത് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ട്. കൂടെ മയോണൈസും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. മന്തിന്റെ കൂടെ പെപ്സി കഴിക്കാത്ത മലയാളികൾ. പക്ഷേ ഇതിന്റെ കൂടെ കിട്ടിയ ചിക്കൻ എനിക്ക് വർക്കായില്ല കേട്ടോ. അത് തീരെ കുക്കാത്ത പോലെ തോന്നി. സത്യം പറഞ്ഞാൽ വാങ്ങി പെട്ടല്ലോ എന്നുള്ള അവസ്ഥ. ഇവിടുത്തെ ഫുള്ള് റൈസൊക്കെ കാലിയൊക്കെ നമ്മൾ കൈയ്യേക്കാൻ വേണ്ടി ഇതൊക്കെ തുടയ്ക്കാൻ നോക്കുമ്പോൾ പേപ്പർ ഇല്ല ഇവിടെ. കഴിഞ്ഞു ഗൈസ്. പിന്നെ നമ്മൾ പേയ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബില്ലുമായിട്ട് ക്യാഷ് കൗണ്ടറിന്റെ അടുത്തേക്ക് പോയി. നല്ല പോലെ വേവാത്ത ചിക്കനൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരക മുട്ടായി നമ്മൾ കഴിച്ചിട്ടോ. പിന്നെ അവിടുന്ന് സലാം പറഞ്ഞ് നേരെ വണ്ടി എടുത്ത് വിട്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഡെസ്റ്റിനേഷൻ വേറെ അല്ല, അരിക്കുട്ടാരുടെ സ്വന്തം മെമ്മറൈസ് ആണ് കേട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഷോപ്പ് ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ട് കേട്ടോ. ഒരുപാട് ഐറ്റങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടുത്തെ ട്രൈ ചെയ്തത് ഫിഗ് ആണ്. കോഴിക്കോടും പല സ്ഥലത്തും ബ്രാഞ്ചുകളുള്ള ഈ ഒരു ഐസ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ അടിപൊളി ഐസുകളെ കഴിച്ച് കൂടെ മന്തിയൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ചീത്തയും പറഞ്ഞ് നമ്മൾ നേരെ വിട്ടിട്ട് വീട്ടിലേക്ക്.